തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിഞ്ഞ ജനുവരി മാസത്തിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി നടുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് പച്ചക്കറി ബാഗുകളും കിറ്റുകളും ഒക്കെ തന്നെ നൽകിയിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ നടന്നു വരുമ്പോൾ അവിടെ വെച്ച് പ്രഖ്യാപിച്ചതാണ് അവിടെ പശു വളർത്താനും അതുപോലെ തന്നെ കോഴികളെ വളർത്താനും, കോഴികൾ എന്ന് പറയാൻ ബ്രോയിലർ കോഴികൾ, ഇറച്ചിക്കാവശ്യമായ കോഴികൾ, അവിടെ ചപ്പാത്തിയോടൊപ്പം ചിക്കനും നൽകുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോഴാണ് മൃഗസംരക്ഷണ വകുപ്പ് ഞാൻ തന്നെ അന്ന് അവിടെ വെച്ച് പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ അവർക്ക് വേണ്ട ആവശ്യത്തിനുള്ള പാല് ലഭിക്കാനും കൂടുതൽ വിൽപ്പനക്കും വേണ്ടിയിട്ട് പശുക്കളെ വളർത്താനുമുള്ള ഷെഡ് അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അവർക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കാൻ തീരുമാനിച്ചത്. അതുപോലെ തന്നെ ആട് വളർത്തൽ യൂണിറ്റുകളും ആരംഭിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനുവേണ്ടി 14 ലക്ഷം രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് പദ്ധതിയിലേക്ക്. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. ഇന്നത്തെ തലമുറക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അവബോധമില്ലാത്തതുകൊണ്ട് ഈ മേഖലയിൽ സാങ്കേതിക പരിജ്ഞാനമുള്ള ഉദ്യോഗസ്ഥരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ലഭ്യതക്കുറവ് കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പല പദ്ധതികളും കാര്യമായി നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യവും കണക്കിലെടുത്തുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലുത ജനകീയ യൂണിവേഴ്സിറ്റിയുമായി അറിയപ്പെടുന്ന ഇഗ്നുവുമായി കൈകോർത്തുകൊണ്ട് സുദീർഘമായ പ്രവർത്തന പരിചയമുള്ള കേരള മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വാട്ടർഷെഡ് മാനേജ്മെന്റിൽ ഒരു വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ആരംഭിക്കുകയാണ്. ഇത് കേരള മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷന്റെ വകുപ്പിന്റെ സഹകരണത്തോടുകൂടി ഇത് ആരംഭിക്കുന്നത്. ഇതിന്റെ ലക്ഷ്യങ്ങൾ വാട്ടർഷെഡ് വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മാനവ വിഭവശേഷി വർദ്ധിപ്പിക്കുക, പ്രകൃതി വിഭവ സംരക്ഷണത്തിലൂന്നിയ സുസ്ഥിര വികസനത്തെ സംബന്ധിച്ച് പൊതു അവബോധം സൃഷ്ടിക്കുക, വാട്ടർഷെഡ് അടിസ്ഥാനത്തിൽ ജല ഗുണനിലവാരം ഉൾപ്പെടെയുള്ള ഭൌതിക, രാസ, സാമൂഹ്യ, സാമ്പത്തിക സാഹചര്യങ്ങളെ വേർതിരിച്ചറിയാനുള്ള സാങ്കേതിക വിദ്യകൾ പകർന്നു നൽകുക, ഗ്രാമീണ മേഖലയിലെ യുവതീ-യുവാക്കൾ, വനിതകൾ, ഭൂരഹിതർ എന്നിവർ നീർത്തട പരിപാലന പരിപാടിയിലേക്ക് പ്രാപ്തരാക്കുകയും ചലനാത്മകമാക്കുകയും ചെയ്യുക. നീർത്തട പരിപാലന പരിപാടിയിൽ വളർത്തു മൃഗങ്ങൾക്കുൾപ്പെടെയുള്ള സമൂഹത്തിന്റെ ജലാവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ചെറുകിട ജലസേന ജലവിതരണ നിർമ്മിതികൾ പണിയുന്നതിനാവശ്യമായ സാങ്കേതിക വൈദഗ്ധ്യം വികസിപ്പിച്ചെടുക്കുക എന്നതാണ്. നമുക്കിന്ന് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ കൃഷിക്ക് ഭീഷണി നേരിടുന്നത് കൃഷിക്ക് വേണ്ട ഭൌതിക സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് തോട് സംരക്ഷിക്കപ്പെടുന്നില്ല, വെള്ളം കൂടുതൽ കെട്ടി നിന്നിട്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കി കളയാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ തന്നെ ശാസ്ത്രീയപരമായിട്ടും ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള നല്ലൊരു ട്രെയിനിങ് ആണ് ഈ കോഴ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് പരമാവധി 1 വർഷവും കൂടിയ കാലാവധി 4 വർഷവുമാണ് പൂർത്തീകരിക്കാനുള്ള ഈ കോഴ്സിന് അപേക്ഷിക്കാനുള്ള ഫോറവും പ്രോസ്പെക്ടസും 100 രൂപ ഫീസടച്ച് ഇഗ്നുവിന്റെ തിരുവനന്തപുരം, കൊച്ചി, വടകര എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന റീജിയണൽ സെന്ററുകൾ, IWDM ചടയമംഗലം, ഇഗ്നുയുടെ മറ്റ് സ്റ്റഡി സെന്ററുകളിലും ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ ജൂലൈ 31-നകം ഇഗ്നു തിരുവനന്തപുരം റീജിയണൽ സെന്ററിൽ സമർപ്പിക്കേണ്ടതാണ്.